യുദ്ധം ശക്തമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാനഡയ്ക്ക് ശേഷം ഇപ്പോൾ മെക്സിക്കോയിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നും US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഓഗസ്റ്റ് 1 മുതൽ 30% അധിക തീരുവ ഈടാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലെയിനും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബോമിനും തീരുവ സംബന്ധിച്ച കത്തുകൾ ട്രംപ് അയച്ചു. ഈ ആഴ്ച കാനഡ, ജപ്പാൻ അടക്കം 23 രാജ്യങ്ങൾക്കാണ് ഇറക്കുമതി തീരുവ ചുമത്തിയുള്ള കത്തുകൾ ട്രംപ് അയച്ചത്. ട്രംപിന്റെ നീക്കം വിതരണ ശൃംഖലകളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഉചിതമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്നും ഉർസുല വോണ്ടർലെയിൻ പറഞ്ഞു. അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനം മെക്സിക്കോയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും. മെക്സിക്കോയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് US. മെക്സിക്കോയിൽ നിന്നുള്ള കയറ്റുമതിയുടെ 80% US-ലാണ് എത്തുന്നത്. അമേരിക്കയിൽ ട്രേഡ് റെപ്രസെന്റേറ്റീവ് ഓഫീസ് അനുസരിച്ച് മെക്സിക്കോയും യൂറോപ്യൻ യൂണിയനും അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളാണ്. കഴിഞ്ഞ വർഷം യഥാക്രമം $505 ബില്യൺ 606 ബില്യൺ സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തു. ഓഗസ്റ്റ് 1 തങ്ങൾ ഒരു കരാറിനായി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും വോണ്ടർലെയിൻ എക്സിൽ പോസ്റ്റ് ചെയ്തു. ആനുപാതികമായ പ്രതിരോധ നടപടികളുടെ അടിസ്ഥാനത്തിൽ യൂറോപ്യൻ യൂണിയൻ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ബ്രസൽസ് തയ്യാറാക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഫെബ്രുവരിയിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ട്രംപ് 20% തീരുവ ചുമത്തിയതിനെ തുടർന്ന് ബ്രസൽസ് പ്രതികാര നികുതികൾ ഏർപ്പെടുത്തിയിരുന്നു. വിപണിയിലെ അസ്വസ്ഥതകളെ തുടർന്ന് ട്രംപ് പിന്നീട് മിക്ക താരിഫുകളും 10% നിരക്കിൽ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും ആ മരവിപ്പിക്കൽ അവസാനിച്ചു. ചർച്ചകൾ നടന്നിട്ടും അമേരിക്കയും ബ്രസൽസും ഇതുവരെ ഒരു നിർണായക വ്യാപാര കരാറിൽ എത്തിയിട്ടില്ല. താരിഫ് തർക്കം യൂറോപ്യൻ യൂണിയൻ അമേരിക്ക ബന്ധത്തെ നന്നാക്കാൻ കഴിയാത്ത വിധം തകർത്തിരിക്കാമെന്ന് വോണ്ടർലെയിൻ അഭിപ്രായപ്പെട്ടു. അമേരിക്കയുമായുള്ള ബന്ധം ഒരിക്കലും പഴയതുപോലെ തിരിച്ചുപോകാനിടയില്ലെന്നും അവർ പറഞ്ഞു. ഓഗസ്റ്റ് 1 മുതൽ ഈ താരിഫുകൾ പ്രാബല്യത്തിൽ വരും. മെക്സിക്കോ അമേരിക്കയിലേക്കുള്ള ഫെന്റനൈൽ കടത്ത് തടയാൻ വേണ്ടത്ര ശ്രമിക്കുന്നില്ലെന്ന് ട്രംപ് ആരോപിച്ചു. മാരകമായ ഓപ്പിയോയിഡിന്റെ കാർട്ടലുകളെ വെല്ലുവിളിക്കുന്നതിലും ഒഴുക്ക് തടയുന്നതിലും മെക്സിക്കോ വിജയിക്കുകയാണെങ്കിൽ താരിഫ് കുറയ്ക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. വോണ്ടർലെയിൻ അയച്ച കത്തിൽ അമേരിക്കയുമായി യൂറോപ്യൻ യൂണിയന്റെ വ്യാപാര കമ്മിയെ ട്രംപ് അപലപിച്ചു. യൂറോപ്യൻ യൂണിയൻ നിലവിലുള്ള താരിഫുകൾ ഒഴിവാക്കുകയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വ്യാപാര തടസ്സങ്ങൾ നീക്കുകയും ചെയ്താൽ 30% താരിഫിൽ ക്രമീകരണം വരുത്താമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 35% പകരം തീരുവയാണ് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് 1 മുതലാണ് കാനഡയിലും തീരുവ പ്രാബല്യത്തിൽ വരുന്നത്. ഇക്കാര്യം അറിയിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിക്ക് ട്രംപ് കത്തയച്ചിരുന്നു. എന്നാൽ കാനഡയുമായുള്ള വ്യാപാര ബന്ധം US തുടരുമെന്നാണ് തീരുമാനം. അത് പുതുക്കിയ നിബന്ധനകൾക്ക് വിധേയമായിരിക്കുമെന്നും വ്യക്തമാക്കിയാണ് ട്രംപിന്റെ കത്ത്. ക്യാൻസർ രോഗികൾക്ക് ആശ്വാസത്തിന് വേണ്ടി നൽകുന്ന മരുന്നായ ഫെന്റനിൽ US-ലേക്ക് എത്തുന്നത് തടയുന്നതിൽ കാനഡ പരാജയപ്പെട്ടതാണ് പുതിയ താരിഫ് നയത്തിന് കാരണമായതെന്നാണ് ട്രംപ് പറയുന്നത്. ഹെറോയിനേക്കാൾ 50 മടങ്ങും മോർഫിനേക്കാൾ 100 മടങ്ങും വീര്യമുള്ളതാണ് ഈ മരുന്ന്. എന്നാൽ ആരോഗ്യരംഗത്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ ഇതിനെ ലഹരി ആവശ്യത്തിനായി വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് US-ലേക്ക് ലഹരി മരുന്ന് കടത്ത് നടക്കുന്നതെന്ന് ട്രംപ് നേരത്തെയും ആരോപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.